ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സൈഡിൽ കിടക്കുന്ന ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെ മറിയൊക്കെ ചെയ്യുമ്പോഴല്ലോ അടുത്ത് കിടക്കുന്ന ആളുടെ അറിയത്തുകൂടിയില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. കെ ഫാമിലി ഒരുപാട് ഉയരങ്ങളിൽ നിന്ന ഫാമിലിയായിരുന്നു. ഇപ്പോൾ എവിടെ എത്തിത്തിരിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം പരിതാപകരമാണ്. പിന്നെ ഏതാണ്ട് 10-12 യൂട്യൂബേഴ്സിനൊക്കെ എതിരെ കേസ് ഉണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് കാണും, മാറ്റൊന്നുമില്ല. എന്തായാലും കെ ഫാമിലി, നിങ്ങൾ ഇപ്പോൾ എയറിലാണ്. റീസെൻ്റ്ലി നമ്മുടെ സിന്ധു ചേച്ചിയാണെങ്കിൽ പലർക്കും ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ മറ്റൊന്നുമല്ല, അപ്പൂപ്പനെ അമ്മുമ്മ ബക്കറ്റ് എടുത്തെറിയണ്, ചെരുപ്പെടുത്തെറിയണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ പലരും കണ്ടിട്ടില്ലായിരിക്കും, മേ ബി കുറേ പേര് കണ്ടിട്ടുണ്ടായിരിക്കും. അവർ ആൾക്കാരിലൂടെ ആ സാധനം പുറത്ത് വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് കൊടുത്തിട്ടും ഉള്ളത്. എന്തായാലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ഒന്ന് കൊടുക്കാം. കണ്ട സമയത്ത് എനിക്ക് ഈ പറഞ്ഞതുപോലെ അപ്പൂപ്പൻ ഒരു വൈബായിട്ടാണ് എനിക്ക് തോന്നിയത്. അമ്മുമ്മയും അവർ തമ്മിലുള്ള സ്നേഹമായിരിക്കും. ഇപ്പോൾ എൻ്റെ അപ്പൂപ്പൻ അമ്മമ്മയൊക്കെ ആയാലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നിരിക്കും, ബക്കറ്റ് എടുത്തെറിയും ചെരുപ്പെടുത്തെറിയും, അതൊക്കെ സ്വാഭാവികം. പിന്നെ എൻ്റെ അപ്പനും അമ്മയൊക്കെ ചിലപ്പം അവർ വഴക്കൂടണമാണ്, അവർ ചിലപ്പം ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നുള്ളണം വിൽക്കണമൊക്കെ കാണാം. ഇതൊക്കെ സ്വാഭാവികമായിട്ട് അവർ തമ്മിലുള്ള ഒരു ബോണ്ട് അത്. അല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സിന്ധു ചേച്ചി പറഞ്ഞ പോലെ അപ്പൂപ്പന് മാരകമായിട്ട് അമ്മമ്മ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് അങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ ബേസിക്കലി. എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്ന് കൊടുക്കാം. ഓ എന്താ അപ്പൂപ്പ നിങ്ങളിങ്ങനെ, അപ്പൂപ്പ എന്താ ഏട്ടാ ഇങ്ങനെ, നിങ്ങൾക്ക് ഇനി മേലെ ഇങ്ങനത്തെ തൊട്ടി പരിപാടി കാണിക്കല്ലേ. ഈ ഒരു വൈബിൽ അമ്മമ്മ ഇരിക്കുന്ന പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ച് ദേഷ്യം കണ്ട് അമ്മമ്മയ്ക്ക്. അപ്പൂപ്പ കൊച്ചു കല്ലി, നീ എന്നെ അടിക്കാൻ നോക്കണ്ട, കിട്ടത്തില്ല എന്നെ. നിങ്ങൾ പോയെന്നാന്ന് വയസ്സാങ്കാലത്ത് എങ്ങനെ വന്നിരിക്കണ് എൻ്റെ അടുത്ത്, എന്നെ പാത്രം കഴുകാൻ സമ്മതിക്കത്തില്ല, ബക്കറ്റും വെച്ചോണ്ടിരിക്കുന്ന എൻ്റെ അടുത്ത്. ഈ ഒരു മൂഡിലായിക്കൂടെ മേ ബി. ഞാനന്ന് സിന്ധു ചേച്ചി വീഡിയോ അയച്ചെന്നും ഭയങ്കര എന്തോ വലിയ വിഷയമാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എനിക്ക് കണ്ടപ്പോൾ ഇതൊരു ഒരു സ്നേഹത്തിൻ്റെ ഒരു ആഴ്ന്നിറങ്ങിയ ഒരു ബന്ധത്തിൻ്റെ ഒരു താൽക്കാലികം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി അടിച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ബോണ്ടായിരിക്കും. ഇത്രയും കാലം അവർ ഒരുമിച്ച് ജീവിച്ചില്ലേ, അദ്ദേഹത്തിൻ്റെ മരണം വരെ അവർ ഒരുമിച്ച് ജീവിച്ചില്ലേ. ഓക്കെ, ഒരു കുടുംബാമ്പാടിയും വഴക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി ജീവിക്കുമ്പോഴാണ് ആ കുടുംബ ജീവിതം സക്സസ് ആവുന്നത് അല്ലേ. ഇപ്പോൾ സിന്ധു കൃഷ്ണകുമാരും തമ്മിൽ ജീവിതത്തിൽ ഇന്നേ വരെ വഴക്കുണ്ടായിട്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചുകയും മാന്തുകയും നുള്ളുകയും അടിക്കുകയൊന്നും ചെയ്തിട്ടില്ലേ. പക്ഷെ നമ്മൾ എപ്പോഴാണ് ക്വാളിറ്റി ഇല്ലാത്തവർ, നിലവാരമില്ലാത്തവരായി മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബ പ്രശ്നം മറ്റുള്ളവരിലേക്ക് പറയുകയും മറ്റുള്ളവരിലോട്ട് ഈ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുമ്പോഴാണ്. സ്വന്തം അമ്മ കൈവാരി തേക്കാൻ വേണ്ടിയിട്ട് സിന്ധു ചേച്ചി കാണിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഒന്നാം തരം വിട്ടിത്തരം. ഓക്കെ, പിന്നെ നിങ്ങൾക്കൊക്കെ കാശുള്ളതിൻ്റെ ഒരു ഉന്തളിപ്പുണ്ട്. അത് ആ കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷം വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നല്ലോണം മനസ്സിലായി, നല്ലോണം തൃപ്തിയായി. ഇനി ഈ വീഡിയോയുടെ താഴത്തെ കമൻറ്റ് ബോക്സ് നമുക്കൊന്ന് നോക്കാം. കമൻറ്റ് ബോക്സ് പാക്കാൻ വന്നു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് വന്ന് ரொம்ப കോമഡി தான். ഓക്കെ, അപ്പോൾ നമുക്ക് ഇരുവന്നെ കമൻറ്റ് ബോക്സ് നോക്കാം. സിന്ധുവിൻ്റെ റൂമിലെയും ദിയയുടെ റൂമിലെയും CCTV വെക്കുകയാണ്, ഇതിനേക്കാൾ മാരക ഐറ്റം കിട്ടും. അതെ, ദിയേൻ്റെ വീട്ടിൽ CCTV നോക്കിയാൽ കാണാം അശ്വിൻ്റെ അവസ്ഥ. ചിലപ്പോൾ മുഖത്തിട്ടായിരിക്കും കിട്ടുന്നത്. അശ്വിൻ എന്ന് പറയുന്നവൻ അവിടെ ഒരു നിലയും വിലയും ഇല്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകും. ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, മുന്നേ അശ്വിൻ ഒരു ട്രോഫിയും കൊണ്ട് എവിടെ നിന്ന് എന്തിനാ ട്രോഫിയും കിട്ടിയത് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ പോലും അവനൊന്ന് ആശംസിക്കുന്ന പോലുമില്ല, തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഒരു പട്ടി വില എന്തോ അവൻ അവിടെ ഒരു ഡമ്മി കണക്കിന് കിടക്കുന്നതായിട്ട് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തിനാ അന്ന് മറ്റേ എൻ്റെ അമ്മയെ മാത്രമേ ഞാൻ അമ്മയെന്ന് വിളിക്കത്തുള്ളൂ, ആ ഇഷ്യൂ വന്നപ്പോൾ തന്നെ കുറേയൊക്കെ നമുക്ക് മനസ്സിലായി. അതിനു മുന്നേ മീനമ്മ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയും പിന്നെ അത് അങ്ങോട്ട് മാറി എൻ്റെ അമ്മ അല്ലാണ്ട് ഞാൻ അമ്മയെന്ന് വിളിക്കൂല, അശ്വിൻ്റെ അമ്മയായി മാറി. ഓക്കെ, അവിടെ തന്നെ ഈ ഫാമിലിയിലെ ഓരോ മെമ്പേഴ്സിൻ്റെയും ഒരു കാര്യം പിടികിട്ടും. പിന്നെ ആകെ കുറച്ചെങ്കിലും ഒരു ഇതുള്ളത് നമ്മുടെ ഹൻസിക കൊച്ചു മാത്രമാണ്. കമൻറ്റ് നോക്കാം. അമ്മയെ കണ്ടൻ്റാക്കി കാശുണ്ടാക്കുന്ന മൂത്ത മകൾ അപ്പൂപ്പൻ കളിയാക്കുന്നതാണ്. അതെ, അപ്പൂപ്പൻ എന്തോ കളിയാക്കുന്നു. അപ്പോൾ അമ്മൂമ്മ ഇത് കളവായിഞ്ചി വയസ്സാങ്കാലത്ത് അങ്ങേര് വന്നിരിക്കണം, അങ്ങേര് മൂട് പിടിക്കാനായിട്ട് എന്നുള്ള മൈൻഡിൽ എന്തോ അമ്മൂമ്മ പറഞ്ഞ് ചെരുപ്പ് കൊടുത്ത് വീശുന്നതായിട്ടാണ് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. അമ്മൂമ്മേൻ്റെ ബുദ്ധിയാവും ഇത് പുറത്തുവിടാൻ. പക്ഷെ അമ്മൂൻ്റെ ബുദ്ധി. ഓക്കെ, അമ്മൂമോൾക്ക് നല്ല സമയദോഷമുണ്ട്, എല്ലാ മോൾക്ക് എതിരായി ആണ് വരുന്നത്, എല്ലാവരുടെയും ഫാമിലി ഉണ്ട്. അടിയൊന്നും കിട്ടിയില്ലല്ലോ. അത് എനിക്ക് തോന്നുന്നു അപ്പൂപ്പ അവിടെ പോയിട്ട് എന്തോ വിടക്കായിട്ട് അമ്മൂമ്മ എടുത്ത് പറഞ്ഞേ എടിയേ എന്നെല്ലാം വിളിച്ചാണ്. അപ്പം അമ്മ പോയെന്നാ കളവാ പരട്ട കളവാ എന്നെല്ലാം പറഞ്ഞാണ്. ഇതായിരിക്കും അങ്ങനെ എന്തോ ആണ് കേട്ടോ. അവരുടെ നല്ലൊരു ഹാപ്പി മൊമെൻറ്റിനാണ്
അല്ലാണ്ട് അമ്മൂമ്മ വളരെ മോശമായിട്ട് അപ്പൂപ്പനെ എടുത്തിട്ട് അടിക്കുന്നതൊന്നും കണ്ടില്ല. അവർ എന്തോ ഒരു ഹാപ്പി മൊമെൻറ്റിന് ആ ഒരു സെറ്റപ്പിൽ എടുത്തതാണ്. അതിനെയാണ് നമ്മുടെ സിന്ധു ചേച്ചി എൻ്റെ അച്ഛൻ അടിക്കുന്ന എൻ്റെ അമ്മ. അയ്യോ കഷ്ടം. ഇനിയും ഉണ്ടല്ലേ കമൻ്റൊക്കെ വായിക്കാൻ തന്നു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ. അടി കിട്ടിയില്ലല്ലോ. ഓക്കെ, ഇനി അടുത്ത കമൻറ്റ് ഞാൻ വായിക്കാം. അടുത്ത കമൻറ്റ് ഇതിനേക്കാളും കോമഡിയായിരിക്കും. കമൻറ്റിൻ്റെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ട്. ഒരു തമാശ പോലെ തോന്നി, ദേഹത്തും മുട്ടുന്നില്ല. അവർ എത്ര അടി കൂടിയാലും മരണം വരെ അപ്പൂപ്പൻ അമ്മമ്മയുടെ കൂടെയല്ലേ ജീവിച്ചത്. അവരുടെ റൊമാൻസ് ടൈമാണ് അത് സിന്ധു വേറെയാക്കി. സത്യം, ഇതൊക്കെ എല്ലാ വീട്ടിലും കാണുന്ന പ്രതിഭാസമാണ്. അപ്പൂപ്പൻ എന്തൊക്കെ പറഞ്ഞ് പുള്ളിക്കാരിയെ ചൊടിപ്പിക്കുന്നുണ്ട്. അതാ അവൾ. അതെ സത്യം. ഇവിടെ ഇപ്പോൾ ഏത് ഭാര്യ ഭർത്താവാണ് അടി കൂടാതെ ഉള്ളത്? ഈ പറയുന്ന സിന്ധു ആൻഡ് കൃഷ്ണകുമാർ ക്യാമറ ഓഫാക്കിയാൽ ബാക്കി കാണാം. ഇതിലെന്തോ ഇത്ര വലിയ കാര്യമുണ്ട്. വീട്ടിലും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഓക്കെ, എല്ലാവരുടെയും കൂടെ അമ്മമ്മ ഇറിറ്റേറ്റ് ചെയ്ത് കാണും. അതിന് BP എല്ലാം കൂടുതൽ ഉള്ളതാണ്. അത് പബ്ലിഷ് ചെയ്തു. ഓക്കെ, അടിക്കുമായിരുന്നെങ്കിൽ അപ്പൂപ്പൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നോ? പേടിച്ച് ഓടിയല്ലേ? അതെ, വേർ ഈസ് ഷീ ഹിറ്റിംഗ്? അതെ, സിന്ധുവും കുമ്മുവും സിന്ധുവും അങ്ങനെ മൊത്തം കമൻസ് മൊത്തം ഇവർക്ക് എതിരാണ് കേട്ടോ. എന്തായാലും അപ്പൂപ്പൻ അടിക്കുന്നതായിട്ട് അല്ലെങ്കിൽ അപ്പൂപ്പനെ എന്തോ മാരകാട്ടൊന്നും അടിക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല. അപ്പൂപ്പൻ എന്തോ വടക്ക് വർത്താനം പറയുന്നു, എടിയേ എന്തോ വിളിച്ചിരിക്കുന്നു. അതിന് അമ്മൂമ്മ എന്തോ ഒരു കോമഡി ആയിട്ട് പട്ടക്കളവ എന്ന് പറഞ്ഞ് ചെരുപ്പെടുത്ത് പറയുന്ന പരിപാടിയാണ്. ഇതിനെ പോയിട്ട് വളച്ചൊടിച്ച് ഈ രീതിയിലാക്കാൻ ഉളുപ്പില്ല എന്ന് തന്നെ എനിക്ക് ചോദിക്കേണ്ടി വരും. ഓക്കെ, എനിക്ക് കണ്ടപ്പോൾ പുച്ഛമാണ് തോന്നിയത്. വീണ്ടും ഞാൻ വിചാരിച്ചു അടിക്കുന്ന എന്തോ വലിയ സംഭവം എടുത്തിട്ടുണ്ടെന്ന്. വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് പുച്ഛം തോന്നുന്നത്. വളരെയധികം മോശമായി പോയി സിന്ധു ചേച്ചി, ഉള്ള കാര്യം പറയാം. ഓക്കെ, അമ്മുമോൾ, എല്ലാ വീട്ടിലും ഒരു അമ്മുമോൾ, അതാണ് ഇപ്പോഴത്തെ ചോദ്യം. അമ്മുമോൾ ഇപ്പം കുമ്മുമോളായ അവസ്ഥയായി. അതുപോലെ കേസൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. എന്തായാലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ പൂട്ടും, അടപടലം ചൊട്ടിക്കും. പക്ഷെ ജനങ്ങൾ മറക്കത്തില്ല. ജനങ്ങളുടെ കണ്ണിലും മനസ്സിലും കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളെല്ലാം ഉണ്ട്. അത് പെട്ടെന്ന് മാറുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി ബർത്ത്ഡേ ആഘോഷത്തിലോട്ട് നമുക്ക് വരാം. അതായത് ദിയയുടെ കൊച്ചിൻ്റെ അശ്വിൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ, ഫസ്റ്റോ സെക്കൻഡോ ബർത്ത്ഡേ എന്തോ ആണ്. അപ്പോൾ അശ്വിൻ അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നി. അതുപോലെ അവിടെ അപ്പച്ചി എന്ന് പറയുന്ന ഒരു അമ്മച്ചി അവിടെ നിൽപ്പുണ്ട്. അവരെ ഒരുമാതിരി തട്ടിക്കളിക്കുകയാണ്. ഇവർക്ക് ഇവരുടെ ഫാമിലി മാത്രം നിന്നുകൊണ്ട് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ എടുക്കണം. അതിൻ്റെ ഇടയിൽ അപ്പച്ചി അവർ വലിഞ്ഞേറി വന്നതുപോലെ നിൽക്കുന്നു. അവരങ്ങോട്ട് തട്ടിക്കളിക്കുന്നു, ഇങ്ങോട്ട് തട്ടിക്കളിക്കുന്നു. അവിടെ പോയി ഇരിക്കി. കേക്ക് എടുക്കാൻ പോയപ്പം മറ്റേ ഇഷാന് കൈ കയറി പിടിക്കണം. ഓക്കെ, ചിലപ്പോൾ ഇപ്പോൾ എടുക്കണ്ടായിരിക്കും, നീ പിന്നെ എടു. എന്തായാലും ആ വയസ്സായ അമ്മച്ചി ഒരു കേക്ക് എടുത്തോണ്ടോ എന്നൊന്നും കൊഴിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. അവർക്ക് ഫാമിലി ആയിട്ട് നിൽക്കണം, ഫോട്ടോസ് എടുക്കണം, വീഡിയോസ് എടുക്കണം. അതിനുവേണ്ടി അപ്പച്ചിയെ പിടിച്ച് അങ്ങോട്ട് മാറ്റി നിർത്തുന്ന പോലെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, നല്ലതാണ് കേട്ടോ. കുറേ കാശും കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ടൊന്നും കാര്യമില്ല. നമുക്ക് മനുഷ്യത്വം വേണം. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അതാരും പഠിപ്പിച്ച് വിടേണ്ട കാര്യമില്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരേണ്ട ഒരു കാര്യമാണ്. നമുക്ക് കാശ് വരുമ്പോൾ നമ്മൾ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല, എല്ലാവരും പട്ടിവില കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ ആ ഒരു വൃത്തികെട്ട ചിന്താഗതിയാണ്. ഇപ്പോൾ കുറേ കാശ് വന്നാലും പാവങ്ങളെയൊക്കെ സഹായിച്ച് നല്ലോണം ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അങ്ങനെ ഉള്ളവരുണ്ട്. അപ്പോൾ അവർ ആ ലെവലിൽ ആണ്, അവരുടെ മൈൻഡ് അതാണ്. എത്ര കാശ് വന്നാലും നമുക്ക് പാവങ്ങളൊക്കെ പാവങ്ങൾ തന്നെയാണ്, അവരെയൊക്കെ സഹായിക്കണം, ജീവിക്കണം എന്നൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. അല്ലാത്തൊരു കാശ് വരുമ്പോൾ കുന്തളിപ്പ് കാണിക്കും, വലിയ സംഭവമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോ കാണാം. ഇതിൽ ഓരോന്നിട്ട് ഞാൻ പോയിന്റ് ചെയ്ത് കാണിച്ചത് അശ്വിൻ അവനാണ് മൊണ്ണ എന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. പാവം അശ്വിൻ നിൻ്റെ അവസ്ഥ ആണെന്ന് എനിക്കെന്തോ പോലെ തോന്നുന്നുണ്ടോ? സത്യം, നീ ചിലപ്പോൾ അതിൽ എൻജോയ് ചെയ്ത് അങ്ങനെ അങ്ങ് പണിക്കൊന്നും പോകാതെ തിന്ന് സൂചിച്ചിരിക്കുന്നുണ്ടായിരിക്കും, മേ ബി. പക്ഷേ എനിക്ക് നിന്നെ കാണുമ്പോൾ പാവം തോന്നും, സഹതാപം തോന്നുന്നു. നിൻ്റെ ലൈഫ് ലോങ് നീ ഇങ്ങനെ ഒരുത്തനായി മാറേണ്ട ഒരു അവസ്ഥ വന്നല്ലോ എന്ന് സഹതപിക്കുകയാണ് ഞാൻ. എന്നെങ്കിലും നീ ഇവളായിട്ട് തെറ്റിക്കഴിഞ്ഞാൽ നീ വിളിച്ചു പറയുന്ന സത്യങ്ങൾ കേട്ട് നാട്ടുകാർ വീണ്ടും വായും വളർന്നിരിക്കും, അതെനിക്കറിയാം. ഓക്കെ, അമ്മച്ചി അവിടെ ഇരുന്നോ? കണ്ടല്ലോ, അമ്മച്ചി അവിടെ ഇരുന്നോ എന്ന് അഹാന പറയുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഇടയിൽ വേറെ ഒരു ഡയലോഗുണ്ട്, അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അമ്മച്ചി അവിടെ ഇരുന്നോ എന്ന് പറയുമ്പോൾ അമ്മച്ചി ആദ്യം ഇപ്പുറത്ത് നിൽക്കുന്നു, ആദ്യം അഹാനയുടെ അടുത്ത് നിൽക്കുന്നു. കുറച്ച് അൻസിക അപ്പുറത്തോട്ട് വിളിക്കുന്നുണ്ട്. അൻസികയുടെ അടുത്ത് വിളിച്ച് നിർത്തി. ഓക്കെ, അൻസികയ്ക്ക് കുറച്ച് സ്നേഹം ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അപ്പച്ചി അവിടെ ഇരുന്നോ അല്ലേ? അൻസിക ഞാൻ പറഞ്ഞില്ലേ പാവ. ബാക്കിയൊക്കെ നോക്കാം. പതിനഞ്ച് 42. Look, actually Ahana was upset. I think she was actually playing how to avoid അപ്പച്ചി ഫ്രം ദ ഫ്രെയിം. അതായത് അപ്പച്ചി ആ ഫ്രെയിമിൽ നിന്ന് മാറ്റാനുള്ള ഒരു കളിയാണ് അവിടെ കളിക്കുന്ന പോലെ നാട്ടുകാർക്ക് തോന്നുന്നുണ്ട്. അതിൽ വലിയ അതിശയമൊന്നുമില്ല. ഓക്കെ, എന്തായാലും കൊള്ളാം അഹാന.
ഓക്കെ, ഇനി കാണാൻ പോണ പൂരം കണ്ടറിയുന്നതല്ലേ നല്ലത്. അപ്പച്ചിയെ നൈസായിട്ട് അഹാനം ഒഴിവാക്കി അശ്വിൻ്റെ ഫാമിലി ഇൻവൈറ്റ് ചെയ്ത് ഇങ്ങനെ അപ്പച്ചി ഇൻസൾട്ട് ചെയ്ത് അങ്ങനെ കുറേ കമൻസ്, അതായത് അശ്വിൻ്റെ ഫാമിലി ഇല്ല, അങ്ങനെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇവരെയൊക്കെ സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ ചോദിക്കുന്നത്. അമ്മമ്മ അപ്പൂപ്പനെ എങ്ങനെ ട്രീറ്റ് ചെയ്തോ അതുപോലെ തന്നെയാണ് നിങ്ങൾ അശ്വിനെയും ഫാമിലിയെയും ട്രീറ്റ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ജീനിലുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം അത് എവിടെ നിന്ന് കിട്ടിയെന്ന്. ഓക്കെ, അശ്വിൻ്റെ സ്വന്തം കൊച്ചു തന്നെയല്ലേ ഇത്. അറ്റ്ലീസ്റ്റ് കേക്ക് കട്ട് ചെയ്യാൻ എങ്കിലും അവനൊരു ചാൻസ് കൊടുക്കുക. പിന്നെ സ്വന്തമായി 10 പൈസ എടുക്കാനില്ലാത്ത ഭാര്യയുടെ അനിയത്തിയുടെയും ചിലവിൽ ആവുമ്പോൾ ഫ്രണ്ടിൽ നിർത്തിയത് തന്നെ ദിയയുടെ കരുണയെ. അതായത് ഇപ്പോൾ അശ്വിൻ്റെയും ദിയയുടെയും കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അശ്വിനും ദിയയും കൂടി കുട്ടിയുടെ കൈ പിടിച്ച് കേക്ക് കെട്ടിയണം, അല്ലെങ്കിൽ അശ്വിനും ദിയയും കൂടി കേക്ക് കെട്ടിയണം. ഇവിടെ അശ്വിൻ ഒരു മാറി നിന്ന് തട്ടി നിൽക്കുകയാണ്. ഓക്കെ, അവനവിടെ ഒരു സ്പേസ് ഇല്ല, അവനവിടെ എങ്ങനെ മാറി നിൽക്കുകയാണ് എനിക്കറിയത്തില്ല. നിങ്ങളൊക്കെ തന്നെ ഇപ്പം നിങ്ങളുടെ ഫാമിലിയുടെ പിന്നാലെ ഒന്നും നമ്മളൊന്നും നോക്കിക്കൊണ്ടൊന്നും ഇരിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്ന വിഷയങ്ങളും ഒരുപാട് ആൾക്കാർ അയച്ചു തരുന്ന വിഷയങ്ങളും ടോപ്പിക്കുകളും ഒക്കെ എടുത്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. ഇപ്പോഴാണ് നിങ്ങളുടെയൊക്കെ വീഡിയോ ബേസിക്കലി സത്യം പറഞ്ഞാൽ കാണുന്നത്. ഞാൻ അല്ലാണ്ട് കാണുന്നത് അൻസികയുടെ വീഡിയോ മാത്രമാണ്. ഞാൻ അത് ഓപ്പണായിട്ട് പറയല്ല, നമ്മളൊരു കാര്യം പറയുമ്പോൾ സത്യസന്ധമായിട്ട് സംസാരിക്കണം. നിങ്ങളുടെ ഫാമിലിയിൽ ഞാൻ അല്ലാണ്ട് കാണുന്നതും ഫോളോ ചെയ്യുന്ന അൻസികയെ മാത്രമാണ്. അൻസികയുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്, എല്ലാം ഒന്നും ഇല്ലെങ്കിലും കുറേയൊക്കെ കാണാറുണ്ട്. അല്ലാണ്ട് ബാക്കിയുള്ളവരുടെ വീഡിയോസ് പോലും ഞാൻ കാണാറില്ല. ഇതുപോലെ എന്തെങ്കിലും ഓൺഡേഴ്സ് വരുമ്പോൾ ആൾക്കാർ അയക്കുമ്പോൾ കയറി നോക്കും. ഓക്കെ, ഇനിയുണ്ട് കമൻസ് ഉണ്ട്. അശ്വിൻ എന്ന് പറയുന്നവൻ അവിടെ കണക്ക് തന്നെയാണ്. ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പൊ ഇവിടെ എടുത്തു തുടങ്ങിയത് വളരെ എടുത്തുചാടിയ ഒരു തീരുമാനമായിരുന്നു. ബിക്കോസ് ഞാനിപ്പോ മലേഷ്യയിൽ പോയി വന്നപ്പോ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചായിരുന്നു വീട്ടിലത്തേക്ക്. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി ഞാൻ വന്നത്. ഞാൻ മറ്റേ ക്രിസ്മസ് ഫാദറിനെ പോലെ ഞാനും എന്റെ കുട്ടി ഡോഫും പോലെയാണ് ഓമി വന്നത്. അപ്പൊ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഇഷാനി ഇങ്ങനെ ഒറ്റയ്ക്ക് മാറിയിരുന്ന കേക്ക് ഒക്കെ ഉണ്ടാക്കി. അപ്പൊ ഞാൻ ചോദിച്ചു കേക്കൊക്കെ എന്തിനാ ഇപ്പൊ ഉണ്ടാക്കുന്നത്? അത് ഞാൻ നോക്കിയപ്പോൾ കപ്പ് കേക്ക് ഒക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ പറഞ്ഞ് നാളെ ഓമിയുടെ ബർത്ത്ഡേ പാർട്ടി, ഇവര് ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി പോയി. അത് എന്താ തീമോ ഒന്നുമേ എനിക്കറിയത്തില്ല. സത്യം പറയാം, എനിക്ക് ഒന്നുമേ ഇവരെന്താ ചെയ്യുന്നത്, എവിടെയാ ചെയ്തേക്കുന്നത് പോലും എനിക്ക് അറിയത്തില്ല. അതായത് ഇവരായിട്ട് പ്ലാൻ ചെയ്തൊരു സാധനം, ജസ്റ്റ് നമ്മുടെ ഫാമിലി മാത്രമായിട്ട്. അപ്പം ഓക്കെ, ജസ്റ്റ് നമ്മുടെ ഫാമിലി മാത്രമായിട്ടാണ് ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. നമ്മുടെ ഫാമിലി എന്ന് പറയുമ്പോൾ സാധാരണ ഓക്കെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ അങ്ങനെ ആവാം. അപ്പോൾ ഇപ്പം ദിയയുടെ ഭർത്താവിൻ്റെ ഫാമിലിയും ഉണ്ടാവണം അല്ലേ? അതാണ് അതിൻ്റെ ഒരു രീതി, അതിൻ്റെ ഒരു ശരി. എന്നാൽ ഇവിടെ ദിയയുടെ ഫാമിലി മാത്രമേ ഉള്ളൂ, ഹസ്ബൻഡിൻ്റെ ഫാമിലി അവിടെ കണ്ടില്ല. അവരാ ഫ്രെയിമിലൊന്നും ഇല്ല. ഓക്കെ, വിളിക്കാത്തത് കൊണ്ട് വരാത്തതായിരിക്കും. വിളിച്ചെങ്കിൽ വരണമല്ലോ, വരുമല്ലോ. അറ്റ്ലീസ്റ്റ് അശ്വിൻ്റെ അമ്മയും അച്ഛനെങ്കിലും വരണമല്ലോ. ആരും വന്നിട്ടില്ലെങ്കിൽ വിളിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ അശ്വിനെ, എനിക്ക് സഹതാപം തോന്നുന്നുണ്ടാ നിന്നോട്, സത്യം ഉള്ള കാര്യം പറയാമല്ലോ, സത്യം. അത് ഇവര് പ്ലാൻ ചെയ്തിട്ട് ഇപ്പൊ ഞാനിവിടെ വന്നപ്പോ എനിക്ക് ഇഷാനിയാണ് കപ്പ് കേക്ക് ഉണ്ടാക്കുന്നത് ഒന്നുമേ എനിക്കറിയില്ല. ഞാനിവിടെ റാൻഡമിൽ വന്നപ്പോ ഇഷാനി ഇതേ ലൈഫിൽ ഭയങ്കര ടഫായിട്ടൊക്കെ ഇരുന്ന് പഴയ ഇനി ഒരു പഴയ ആളൊക്കെ ഇനിയിപ്പോ ആൾക്കാർ ഈ വ്ളോഗ് കണ്ടിട്ട് ഇഷാനിക്ക് ഓർഡർ ഒക്കെ കൊടുത്ത് തുടങ്ങണം. കാരണം ഇഷാനിക്ക് ആ സാരി ബിസിനസ്സും കേക്ക് ബിസിനസ്സും എല്ലാം കൂടെ കൊണ്ടും ഇഷാനി ഇവിടുത്തെ ഏറ്റവും വലിയ ഓൺട്രപ്രണർ ആവാനുള്ള ഒരു സ്കോപ്പിലാണ് ഇഷാനി ഇപ്പൊ ഇരിക്കുന്നത്. പക്ഷേ എത്ര കൊല്ലം ഓൺട്രപ്രണർ ആയാലും എത്ര കൊല്ലം കാശുണ്ടാക്കിയാലും മനുഷ്യ പറ്റൂല്ലെങ്കിൽ മനുഷ്യന്മാർ സീറോ ആണ്. ഇവിടെ നമ്മൾ കൂടിപ്പോയ ഒരു 10-60 വയസ്സ്, ഇന്നത്തെ കാലത്തെ ഫുഡ് അനുസരിച്ചിട്ട് കൂടിപ്പോയ ഒരു 50 കഴിയുമ്പോൾ തന്നെ വിഴുന്ന് തുടങ്ങും. 60-70 70 പോയാൽ അതിശയം, 60 തന്നെ വലിയ ഭാഗ്യമാണ്. ആ ലെവലിലാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ജീവിതത്തിൽ നമ്മൾ കാശുണ്ടാക്കണോടാ. നമുക്ക് നിലനിൽപ്പിനും നമ്മുടെ ആ ഒരു ഫ്യൂച്ചറിൽ വയസ്സാം കാലത്ത് വെള്ളം കിട്ടാനുള്ള ഒരു ലെവലിൽ നമ്മൾ കാശുണ്ടാക്കണം. ഉണ്ടാക്കി നമ്മൾ സേവ് ചെയ്ത് നമ്മുടെ ജീവൻ നമ്മൾ സേഫ് ആക്കണം. എന്നിട്ട് ബാക്കി കുറച്ച് മനുഷ്യപ്പെട്ട് കാണിക്കണം. പാവങ്ങൾ കൈ നീട്ടി 5 പൈസ കൊടുക്കണം. അത് നിങ്ങൾ കൊടുക്കൂല എന്നൊന്നും ഞാൻ പറയുന്നില്ല, കൊടുക്കൂല്ല എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, മനുഷ്യപ്പെട്ട് കാണിക്കുക. അതില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ നേടിയിട്ട് എന്തൊക്കെ ഉണ്ടാക്കിയിട്ട് എത്ര കാശുണ്ടെന്ന് പറഞ്ഞിട്ട് എത്ര അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഓക്കെ, മനുഷ്യപ്പെട്ടെന്ന് പറയുന്ന സാധനം കാണിക്കുക. അത് നമ്മുടെ ഫ്രെയിമിലോ നമ്മുടെ ഫാമിലി മാത്രം, വയസ്സായവർ വേണ്ട, അല്ലെങ്കിൽ അവർ വേണ്ട ഇവർ വേണ്ട. നാളെ നിങ്ങളെല്ലാവരും വയസ്സാവും. അന്ന് നിങ്ങളുടെ മക്കളും ചെറുമക്കളും ഒക്കെ ഇതുപോലെ നിങ്ങളെ ഒഴിവാക്കുമ്പോഴേ ഇന്ന് നിങ്ങൾ ഒഴിവാക്കിയവർ അനുഭവിക്കുന്ന ആ വേദന മനസ്സിലാകത്തുള്ളൂ. അല്ലാത്തടത്തോളം കാലം നിങ്ങൾക്ക് ആ വേദന, ആ ഫീലിങ്സ് എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. ഓക്കെ, എനിക്കൊരു ഡൗട്ട് ചോദിക്കാൻ ഉണ്ടായിരുന്നു. എന്റെ ഫോണിലെ ഷൂട്ടിങ് ഞാൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ. ഇത് ടുറിയൻ എന്ന് പറഞ്ഞ അവിടുത്തെ ചക്ക. ഇതൊരു ടോയാ എന്നുവെച്ചാ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ജസ്റ്റ് ടോയ് പോലെ ഞാൻ വാങ്ങിച്ചതാ. പിതുക്കാൻ പറ്റുന്ന ഒരു സാധനം, കൈക്ക് ഒരു പ്രഷർ റിലീഫ് പോലത്തെ ഒരു സാധനം. ഇത് ഞാൻ നമുക്ക് ഒരെണ്ണം വാങ്ങിച്ച അവന് വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചത് ഞാൻ.
നല്ലതല്ലേ? ഇത് അവിടുത്തെ ചക്ക മെയിൻ സാധനമാണ്. അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനം ഇതിനകത്തുള്ള ഡുറിയൻ. എന്റെ വ്ളോഗ് ഇപ്പഴേ തുടങ്ങി ഞാൻ. കേക്ക് ഉണ്ടാക്കണേ കിട്ടും. എനിക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ. ഇത് മൈൻഡ് ചെയ്തില്ല. എനിക്കും ഇഷ്ടമല്ല പാല്. ഞാൻ പറഞ്ഞു ഈ വ്ളോഗ് ഇറങ്ങി കഴിഞ്ഞാൽ ഇഷാനിക്ക് ഓർഡർ ബൈ ഓർഡർ ആയിരിക്കും. എന്ത് ഞാൻ സിയൊക്കെ ഇഷാന തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കും. ഇനി കേക്ക് മാത്രം. നമുക്ക് ഫംഗ്ഷൻ കാണാം. ഇപ്പുറത്ത് അഹാനയുടെ അടുത്ത് അപ്പച്ചി നിൽക്കുകയായിരുന്നു. അപ്പച്ചി ആ ഫാമിലിയിലുള്ളതുകൊണ്ട് തന്നെ ഫംഗ്ഷന് സമയപ്പം അപ്പച്ചി ഓടി വന്ന് ഫ്രണ്ടിൽ നിന്ന്. അപ്പോൾ അപ്പച്ചി അഹാനയുടെ അടുത്ത് നിന്ന് അഞ്ച് അടുത്തോട്ട് വിളിച്ചു. അതിനുശേഷം സംഭവിക്കുന്ന കാണാം. അപ്പച്ചി കേക്കെടുക്കാൻ പോയപ്പം ഇഷാനി കൈ പിടിച്ചു. വയസ്സായവരല്ലേ, ഒരു കേക്കെടുത്തെന്ന് വെച്ചാൽ എന്നാ സംഭവിക്കാനാ? അല്ലെങ്കിൽ എടുത്ത് കൊടുത്തുകൂടി? എന്തോന്നേ, ഒരു കേക്കല്ലേ? എൻ്റെ ഇടയിൽ കട്ടിങ് ഉണ്ട്. അഹാന വേറെ എന്താ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫുൾ വെർഷനും വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ എടുത്ത് വെച്ച് വലിച്ചു കയറാനൊന്നും നിൽക്കുന്നില്ല. ഓക്കെ, അപ്പച്ചി അവിടെ ഇരുന്നോ. ഇനി നമ്മൾ ഫ്രെയിമിൽ നിൽക്കട്ടെ, നമ്മൾ കുടുംബക്കാരൊക്കെ. ഓക്കെ, പ്രായം കുറഞ്ഞ് നമ്മൾ കുടുംബക്കാരെല്ലാവരും നിൽക്കട്ടെ. അപ്പച്ചി അവിടെ പോയി ഇരി. നല്ലതാ കാണാൻ, നല്ലതാ. ഇപ്പോഴല്ലേ ആശിനെയും കൂടി മാറ്റി എടുത്ത്. എന്തിന്? അപ്പോഴേ നിങ്ങളെല്ലാവരും നിങ്ങളെ കുടുംബക്കാർ മാത്രമായല്ല ഫ്രെയിമിൽ. അശ്വിനെയും കൂടി എടുത്ത് മാറ്റി എടുത്ത്. അവൻ അവിടെ ഡമ്മി കണക്കിന് ഒന്ന് കൈയടിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് സാധാരണ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അവൻ്റെ കൈയും കൂടി അതിൽ വരണം. അവിടെ ആരും മൈൻഡ് ചെയ്യണില്ല. അത് ഇത്രയും പേര് നിൽക്കുന്നത്. ഓക്കെ, അവൻ നിൽക്കുന്ന നിൽപ്പുണ്ട്. അവനാരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. സീരിയസ്ലി സ്വന്തം അപ്പൻ അധികാരമില്ലേ ആ കൊച്ചിനടുത്ത് കൊടുക്കാൻ? സ്വന്തം അപ്പനവിടെ നിന്ന് തട്ടിയിരിക്കുകയാണ്. ഹൻസിക, നീ ഇതൊന്നും കണ്ട് വളർന്ന് തൊലയരുത്. ഓക്കെ, എനിക്കതേ പറയാനുള്ളൂ. ഹൻസിക കുറച്ച് മനുഷ്യപ്പെട്ടോടെങ്കിലും ജീവിക്കണം. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ അതില്ല, നിനക്കെങ്കിലും അതുണ്ടാവട്ടെ. അവനൊരു ഡമ്മി. ഞാൻ പറയുന്നത് കറക്റ്റല്ലേ? അവനൊരു ഡമ്മിയല്ലേ അവിടെ? ഓക്കെ, പാവ സിന്ധു ചേച്ചി നോക്കാം. കൊടുത്തു, നന്നായി. സിന്ധു ചേച്ചി നാണം കെട്ടു ലേ സിന്ധു ചേച്ചി. സിന്ധു ചേച്ചിക്ക് കിട്ടിയില്ല കേക്ക്. കേക്ക് വാങ്ങാൻ പോയതാണ്. ഏട്ടന് കൊടുത്തു. നിനക്ക് ഞാൻ പിന്നെ തരേടി എന്ന് സിന്ധു ചേച്ചി. കൊള്ളാം എന്തായാലും. കമന്റ് ബോക്സ് നോക്കാം. സ്വന്തം അമ്മയോട് ഇതൊക്കെ തന്നെയല്ലേ കാണിച്ചത്? അതെ, ചമ്മിപ്പോയി. നല്ല കാര്യം. കുഞ്ഞിനെ എടുക്കുന്നത് കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയുമാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരല്ല. ആ അമ്മയുടെ പ്രാക്കായിരിക്കും. സത്യം പറയാലോ, എനിക്ക് ചിരി അടക്ക് നിർത്താൻ പറ്റത്തില്ല. ഇതൊക്കെ കണ്ടാൽ എങ്ങനെ ചിരിക്കാതിരിക്കും? ക്യാരക്ടർ കണ്ടിട്ട്. അതുപോലെ അവൻ്റെ വീട്ടുകാർക്കും കുറച്ച് വില കൊടുക്കാൻ നോക്കുക. ഒരു ജീവിതമൊക്കെ ഉള്ളൂ. നമുക്ക് കുറേ കാശുണ്ട്, നമ്മൾ അതിൻ്റെ നെകളിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അവൻ്റെ വീട്ടുകാർക്കൊക്കെ കുറച്ച് ബഹുമാനം കൊടുക്കുക. അവൻ്റെ അമ്മയെന്ന് വിളിക്കുക, എന്നാതെ വിളിക്കാത്തത് നിൻ്റെ ഇഷ്ടം എന്ന് വെച്ചിട്ട് ഒരു വില കൊടുക്കുക കേട്ടോ. അവരിനി പാവപ്പെട്ടവരായതുകൊണ്ടും ആ ഒരു രീതിയൊക്കെ ആയതുകൊണ്ടാണോ വിലയില്ലാത്തത്? അറിയാത്തതുകൊണ്ട് ചോദിച്ചതാണ്. സിന്ധു ചേച്ചിയുടെ ഒരു വീഡിയോ ആണ്. എന്തുവായത്?
ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സൈഡിൽ കിടക്കുന്ന ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെ മറിയൊക്കെ ചെയ്യുമ്പോഴല്ലോ അടുത്ത് കിടക്കുന്ന ആളുടെ അറിയത്തുകൂടിയില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ, വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പം മൊത്തത്തിൽ ഏറിയാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ലതായ ഇങ്ങനെ ആയിരിക്കണം. ഇങ്ങനെ ഏറിപ്പോയാലേ താഴെ വരാൻ പറ്റാത്ത രീതിയിൽ ഏറിപ്പോകത്തുള്ളൂ. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? സാധാരണപ്പെട്ട നാട്ടുകാരായ ജനങ്ങളെ നിങ്ങൾക്ക് എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എല്ലാവരും നോക്കുക, ഇനിയിപ്പോൾ കേസും കാര്യങ്ങളായിട്ടൊക്കെ വരും. 12 യൂട്യൂബേഴ്സൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ വരുന്നിടത്ത് വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ശരി, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കൊണ്ട് പുതിയ വീഡിയോ ഇടണം.